ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പിറന്നാളുടെ വ്ളോഗാണ്. അപ്പോൾ ചേച്ചിക്ക് എന്താ 2 ബർത്ത്ഡേ ഉണ്ട് ഈ വർഷം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് എൻ്റെ ഒരു സ്റ്റാർ ബർത്ത്ഡേയുടെ ദിവസമാണ്. ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, February 23rd, ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഒഴിവല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പുറത്ത് പോയി ലഞ്ച് കഴിക്കാൻ ബാർബിക്യൂ നേഷനിൽ പോകാമെന്ന്. അപ്പോൾ ബാർബിക്യൂ നേഷനിൽ അറിയാമല്ലോ, നമുക്കൊരു സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോൺ വെജിൽ തന്നെ ഇപ്പോൾ ചിക്കൻ തൊട്ട് എമു, ഷാർക്ക് വരെ ഉണ്ട്, പലതരം ഉണ്ട്. എന്നാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പിറന്നാളിൻ്റെ വ്ളോഗ് ഇട്ടപ്പോൾ എന്നോട് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ചേട്ടന് എന്ത് ഗിഫ്റ്റാണ് ചേച്ചിക്ക് വാങ്ങിച്ചതെന്ന്. എനിക്കങ്ങനെ സാധാരണ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു തരാറില്ല. ഇങ്ങനെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ പുറത്ത് കൂട്ടി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും മോളിലൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഡ്രസ്സോ ആക്സസറീസോ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോളാനായിട്ട് പറയാറാണ് പതിവ്. പക്ഷേ ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഒരു ഫോസിലിൻ്റെ വാച്ചാണ് എനിക്ക് വാങ്ങിച്ചത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള വാച്ചാണ്. നമുക്ക് കാഷ്വലായിട്ടും ഫോർമലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വാച്ചാണ്. അപ്പോൾ വാസു ഇത് ഇവിടെ അടുത്തൊരു മോളിൽ നിന്ന് ഒരു ഫോസിലിൻ്റെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് കാരണം ലിങ്കൊന്നും ഇല്ല ഷെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു 3-3.5 കിലോമീറ്റർ അപ്പുറമാണ് ബാർബിക്യൂ നേഷൻ ഉള്ളത്. അവിടുത്തെ ഓരോ ഭക്ഷണങ്ങളും കാര്യങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ വയറ് നിറയും. അതുകൊണ്ടാണ് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കെലോഗ്സ് ആണ് കേട്ടോ നമ്മളിന്ന് കഴിച്ചത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി അവിടെ എത്തിയിട്ട് കാണാം. There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not. ഇവിടുത്തെ എല്ലാ ടേബിളിൻ്റെയും നടുക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട്. ഒരു വുഡൻ്റെ പീസില്ലേ, അത് മാറ്റിയിട്ടാണ് അവർ ഗ്രില്ലിൻ്റെ ബോക്സ് കൊണ്ട് വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ ഞാൻ എന്തായാലും വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ പട്ടുതാ അവന് വേണ്ട സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് അവൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എണ്ണയിൽ വറുത്ത ചെറിയ ചെറിയ പപ്പടങ്ങളില്ലേ, പല പല ഷേപ്പിലായിട്ടുള്ളത്, അതൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ അവർ സെർവ് ചെയ്തത് ഒരു ചിക്കൻ്റെ ലെഗ് പീസും പിന്നെ ഒരു മസാല, സ്വീറ്റ് കോൺ മസാല ഫ്രൈയും പിന്നെ ഒരു പൊട്ടാറ്റോ ഫ്രൈയും കൂടിയാണ്. പൊട്ടാറ്റോ ഫ്രൈയുടെ മേലെ ഇങ്ങനെ ഒരു ഗ്രേവി, മസാല ടൈപ്പ് ഗ്രേവിയൊക്കെ ചേർത്തിട്ട്. സ്വീറ്റ് കോണിൻ്റെ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലെഗ് പീസൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് പിന്നെ വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ അതാ ഗ്രില്ലിൻ്റെ ബോക്സ് അവർ കൊണ്ടുവച്ചു. താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കനലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മേലെ ഗ്രില്ലുണ്ട്. അതിൻ്റെ മേലെ ഇതാ ഇതുപോലെ കമ്പിയിൽ കോർത്തിട്ട് ഫിഷും, പലതരം ഫിഷുകൾ, പിന്നെ ചിക്കൻ, പിന്നെ പ്രോൺസ് ഒക്കെ ഇതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കും. എല്ലാ ഭാഗവും നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഈ കമ്പിയിൽ നിന്ന് നമുക്കിതിങ്ങനെ വെടിച്ചെടുക്കാം, ആവശ്യത്തിൻ്റെ അടുത്ത് കഴിക്കാം. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ്. I hope that you are safe and that I will see you soon.
ഇപ്പോൾ അവർ സെർവ് ചെയ്യണത് മട്ടനാണ്. നമ്മൾ സ്റ്റാർട്ടറിൽ പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ എങ്ങനെയും കഴിക്കുക, നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി കഴിക്കും, ഇല്ലെങ്കിൽ നല്ല സ്പൈസ് ലെവലൊക്കെ കൂട്ടിയിട്ട് കറി ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നമ്മൾ മലയാളീസിന് ഇഷ്ടാവുന്ന ഒരു ഫ്ലേവർ അല്ല, പിന്നെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ ചിക്കൻ തൊട്ട് പലതരത്തിലുള്ള സീ ഫുഡ് ഗ്രില്ല് ചെയ്തത്, അതായത് ഫിഷിൽ തന്നെ പലതരത്തിലുള്ള ഫിഷുകൾ ഗ്രില്ല് ചെയ്തതും, പിന്നെ പ്രോൺസൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കുറേ കഴിച്ചു എന്ന് തന്നെ പറയാം. പ്രോൺസാണ് ഞാൻ കൂടുതലായിട്ടും കഴിച്ചത്. പിന്നെ സ്റ്റാർട്ടറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മയോണൈസും പലതരത്തിലുള്ള സോസൊക്കെ നമ്മളുടെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാം. ഇപ്പോൾ സെർവ് ചെയ്യണത് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തതാണ്. പൈനാപ്പിളിൽ ഉപ്പും കുറച്ച് മസാല, എന്തൊക്കെയോ മസാലയും പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഗ്രില്ല് ചെയ്തെടുത്തതാണ്. നമ്മൾ അച്ചാർ അതുപോലെ ഉപ്പിലിട്ടതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടമാവും. ആ ഒരു പുളിയും മധുരവും പിന്നെ മുളക് പൊടിയുടെയും ഉപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോണ്ടല്ലോ, ആഹാ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പൈനാപ്പിൾ പോലെ തന്നെ വാട്ടർമെലണും ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ സാധാരണ ഫ്രൂട്ട് കഴിക്കണേക്കാളും ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു വേറെ ലെവലായിരുന്നു അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ അവർ ചെറിയൊരു ബൗളിൽ കുറച്ച് നോൺ വെജ് ഐറ്റംസ് കൊണ്ടുവച്ചിട്ടുണ്ടായി. അതിൽ മുയൽ, പിന്നെ താറാവ്, കാട എല്ലാത്തിൻ്റെയും ഇറച്ചി മിക്സ് ചെയ്തിട്ടൊരു ഡ്രൈ ഫ്രൈ പരുവത്തിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ കൂടുതലും സ്പൈസസ് ചേർക്കണം അല്ലെങ്കിൽ സ്പൈസ് ലെവൽ കുറച്ചുണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. പിന്നെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെറിയ ബൗളിൽ കൊണ്ടുവച്ചത്. നമുക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വാങ്ങിച്ചു കഴിക്കാം. ഇപ്പോൾ അവർ സെർവ് ചെയ്തിരിക്കുന്നത് എമും ഷാർക്കാണ്. അപ്പോൾ ഷാർക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഷാർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ സ്റ്റാർട്ടേഴ്സിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഷാർക്ക്. അപ്പോൾ രണ്ടും ഇറച്ചി എന്ന് പറയുന്നത് നല്ല ഹാർഡാണ്, ഒരു റബ്ബർ ടൈപ്പാണ്. നമുക്കങ്ങനെ പെട്ടെന്ന് കടിച്ചു മുറിക്കാൻ പറ്റിയിട്ടുള്ളൊരു പരുവല്ല. പക്ഷെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല രസമുണ്ടായി. അപ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ ഒരുവിധം കഴിച്ചു കഴിഞ്ഞു. നമ്മളിനി ചുമ്മാ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. നമുക്ക് ടൈമുണ്ട്, 12 മണി മുതൽ 4 മണി വരെയാണ് നമ്മളുടെ സ്ലോട്ട്. അപ്പോൾ അത്രയും നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. എന്തൊക്കെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ വാങ്ങി കഴിക്കാം, നന്നായിട്ട് മുതലാക്കാം. പക്ഷെ എന്തായാലും നമ്മൾ 4 മണി വരെ ഒന്നും ഇരിക്കാൻ പ്ലാനില്ല. പട്ടൂന് ചെറുതായിട്ട് ബോറടിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സീ ഫുഡ് പിന്നെ നോൺ വെജൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഷാർക്കും ഡക്കും എമും എല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ പിള്ളേർക്ക് ബോറടിച്ചാലും അവരെ പിടിച്ചിരുത്താനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പോപ്കോൺ, പഞ്ഞിമിഠായി ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഐസ്ക്രീമിനായിട്ടൊരു പ്രത്യേകം സെക്ഷൻ തന്നെയുണ്ട്. ലൈവായിട്ട് അവർ ഐസ്ക്രീം ഉണ്ടാക്കി നമുക്ക് തരും. ഏത് ഫ്ലേവർ വേണം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡെസേർട്ടിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സെക്ഷനിലാണ് പലതരം റൈസ് ഐറ്റംസ്, അതായത് ബിരിയാണി, ഫ്രൈഡ് റൈസ്, പുലാവ്, അതുപോലെ പലതരത്തിലുള്ള സാലഡ്സ് ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ സെൽഫ് സർവീസാണ്, ബൊഫേ പോലെയാണ്, നമ്മൾ വന്ന് തന്നെ എടുത്ത് കഴിക്കണം. അതിൽ എനിക്കും പട്ടുവിന് വേണ്ടി എടുത്തത് തൈര് വടയാണ് ഇരിക്കുന്നത്. തൈര് വട വേറൊരു ഷേപ്പിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നൂഡിൽസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഹൈദരാബാദി ദം ബിരിയാണി, പിന്നെ കുറച്ച് കുക്കുംബറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വാസു എടുത്തിരിക്കുന്നത് തൈര് വട, പിന്നെ ഹൈദരാബാദി ദം ബിരിയാണി,
പിന്നെ ഫ്രൈഡ് റൈസ് ആണ് കാണുന്നത്, ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ്, പിന്നെ കുക്കുംബറും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സീറ്റ് ബുക്ക് ചെയ്തത് nearby.com വഴിയാണ്, ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നിയർബൈക്കാരുടെ വക നമുക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 വെർജിൻ മൊജിറ്റോ ആണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ 2 സീറ്റല്ലേ ബുക്ക് ചെയ്തത്, അപ്പോൾ 2 വെർജിൻ മൊജിറ്റോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാർബിക്യൂ നേഷനിലെ വെർജിൻ മൊജിറ്റോക്ക് ഏകദേശം ഒരു 300 സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫറായിട്ട് കിട്ടിയിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ 2ലും ചെറി ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുവച്ചപ്പോൾ തന്നെ എൻ്റെ ചെറി പട്ടു അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ആരെങ്കിലും ബർത്ത്ഡേ ആണോ, വെഡിങ് ആനിവേഴ്സറി ആണോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ബർത്ത്ഡേ കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യലൊരു പ്രത്യേക രസമാണ്. ബാക്കിൽ അവർ ബാനറൊക്കെ കൊണ്ടുവച്ചിട്ട് ബർത്ത്ഡേക്കാരുടെ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ എല്ലാവരുടെയും തലയിൽ ക്യാപ്പ് വയ്ക്കും, ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഒക്കെ തലയിൽ ക്യാപ്പ് വയ്ക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യും സ്പീക്കർ കൊണ്ടുവന്നിട്ട്, നല്ല രസമാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. സാലഡ്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. പലതരം വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. കേക്കുകളാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് പല പല ഫ്ലേവറിലുള്ള കേക്കുകൾ ഉണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന സെക്ഷനിലാണ്. നമുക്ക് ഏത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ മതി, പുള്ളി അതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കി തരും. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ബാർബിക്യൂ നേഷൻ സ്പെഷ്യൽ പാൻ മസാല ഐസ്ക്രീമാണ്. കുറച്ച് ഗുലാബ് ജാമുൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം. നമ്മൾ സാധാരണ ഐസ്ക്രീമിനെ വെച്ചിട്ട് ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇതിൻ്റെ. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനൊരു റൗണ്ടും കൂടി കറങ്ങാൻ പോയതിന് ശേഷം ഒരു സ്വീറ്റ് കോൺ മസാല നമ്മൾ രാവിലെ കഴിച്ചതല്ല, ഇത് റോ സ്വീറ്റ് കോൺ ആണ്. പിന്നെ തൈര് വട, പിന്നെ കുറച്ച് ക്യാരറ്റും കുക്കുംബറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ചാട്ടുകൾ കിട്ടുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പാനിപ്പൂരി, മസാലപ്പൂരി, അതുപോലെ കച്ചോരി. അതിൽ നമ്മൾ പാനിപ്പൂരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കാണ്. അപ്പോൾ പാനിപ്പൂരി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബാർബിക്യൂ നേഷൻ സ്പെഷ്യൽ പാനിപ്പൂരി ഒന്നുമല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. എന്നാലും കൊള്ളാം. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീമും കൂടിയും കഴിച്ചിട്ട് ഇവിടെ ബാർബിക്യൂ നേഷനിലെ ഫുഡ് അടി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. 4 മണി വരെയാണ് നമ്മളുടെ ടൈമെങ്കിലും ഒരു 2:45 ആയപ്പോഴേക്കും നമ്മളോട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. പട്ടുവിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മൂടൊക്കെ മാറി, ആള് ബോറടിച്ച് ആകെ ദേഷ്യത്തിലൊക്കെയാണ്. നമ്മൾ വേഗം കൊണ്ടുവന്ന് പോവാണ്. അപ്പം ഞാൻ ഓർഡറല്ല ഞാൻ എടുത്തിട്ട് വന്നത് മാംഗോ ഐസ്ക്രീമും വാസു പാൻ ഐസ്ക്രീം തന്നെയാണ് പിന്നെ എടുത്തത്. നല്ല പാൻ ഐസ്ക്രീം പൊളിയായിരുന്നു. അപ്പോൾ അത് കാര്യമാണ് വാസു രണ്ടാമത് അതെടുത്തത്. അപ്പോൾ ഇതും കൂടിയും കഴിച്ചിട്ട് നമ്മളോട് ഇറങ്ങാണ്. പിന്നെ ബാർബിക്യൂ നേഷൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഗോ ഗ്രീൻ വിത്ത് ABS എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വാസു പറഞ്ഞു എന്തെങ്കിലും ചെടിച്ചട്ടിയോ ചെടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു ചെടിച്ചട്ടിയും പിന്നെ ആ ചെടിച്ചട്ടിയുടെ താഴെ നമ്മൾ വെള്ളം തറയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്
അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേറ്റും പിന്നെ പോട്ടിംഗ് മിക്സ്ചർ, പോട്ടിംഗ് സോയിലും പിന്നെ കുറച്ച് ചീരവിത്തും തന്നിട്ടുണ്ടായി. നമുക്കിപ്പോൾ സ്പേസ് ഇല്ലാത്ത ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പോട്ടാണ്. പിന്നെ നമുക്കിത് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് കൂടുതലായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് പോട്ടിംഗ് സോയിൽ. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല വളക്കൂറുള്ള മണ്ണാണ്. നമ്മളുടെ ബാൽക്കണിയിൽ ഓൾറെഡി നമ്മൾ കുറച്ച് പ്ലാന്റ്സും പിന്നെ കുറച്ച് പച്ചക്കറികൾ, അതായത് മുളകും തൈയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. കൊള്ളാം, നല്ലൊരു ഗിഫ്റ്റാണ്, ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഒരു കംപ്ലീറ്റ്ലി തീറ്റ വ്ളോഗായിരുന്നു. അപ്പോൾ എൻ്റെ ഡയറ്റിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർ വിചാരിക്കുന്നുണ്ടാവും, ചേച്ചി ഡയറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇതാണല്ലേ പണിയെന്ന് ആരും വിചാരിക്കരുത്. ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ വിശേഷ ദിവസങ്ങളിൽ ചീറ്റ് മീലൊക്കെ ആവാം അല്ലേ. നമ്മൾ അത്ര ഹെൽത്ത് കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഇതുപോലെ കഴിക്കാം, എന്നുമല്ല. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. പിന്നെ വ്ളോഗ് ആയതുകൊണ്ട് കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതായത് സജഷൻസൊക്കെ ഒരു മടി കൂടാതെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വ്ളോഗിലോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്പ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. ബൈ ബൈ.